നമസ്കാരം. രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ വലിയ ആശങ്കയിലാണെന്നും നമ്മുടെ മതേതരത്വം വലിയ വെല്ലുവിളി നേരിടുകയാണെന്നും ജനാധിപത്യ മതേതരത്വ സംരക്ഷണത്തിനായി ഈ നാട് ഒറ്റക്കെട്ടാവണമെന്നും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജന്റ് ചാക്കോ. കോൺഗ്രസ് നേരുമംഗലം മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച 79ാമത് സ്വാതന്ത്ര്യദിന സമ്മേളനത്തിൽ പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെയ്മൻ ജോസ് അധ്യക്ഷത വഹിച്ചു. AJ ഉലഹന്നാൻ, ലിനോ തോമസ്, PN വിജയൻ, ജോയ് അറക്കക്കുടി, ജിൻസിയ ബിജു, നൌഷാദ് ബോബിന, മാത്യു പഴപ്പനാൽ, ഉമ്മർ CP, ഫ്രാൻസിസ് ചാലിൽ, KM ഷമീർ, എൽദോസ് പുതുക്കുന്നൻ, ബേസിൽ എൽദോസ് തുടങ്ങിയവർ പങ്കെടുത്തു. പ്രിയമുള്ളവരെ, രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ദാനമായി കിട്ടിയ ഒന്നല്ല. നൂറുകണക്കിന് ആയിരക്കണക്കിന് ധീരദേശാഭിമാനികൾ അവരുടെ ചോര വിയർപ്പാക്കി അവരുടെ ജീവത്യാഗം കൊണ്ട് നമുക്ക് നേടിത്തന്നതാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം. ഐതിഹാസികവും ലോക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത സ്വാതന്ത്ര്യ സമര രീതികളിലൂടെയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയത്. നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മൾ ഏറ്റവും ആത്മാഭിമാനത്തോടു കൂടി ലോകത്തിന് മുമ്പിൽ നമ്മൾ നിന്നിരുന്നത് ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വവും അതിൻ്റെ മർമ്മപ്രധാനമായ ജനാധിപത്യവും ഒരു പോറൽ പോലും ഏൽക്കാതെ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിലായിരുന്നു. ഇന്ന് രാജ്യം വലിയ ആശങ്കയോടുകൂടി വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. വിഭജന തീയതിയെ ഒരാഘോഷമാക്കുന്ന ഒരു കൂട്ടർ ഇന്ന് ഈ രാജ്യത്ത് വളരെ ആസൂത്രിതമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾക്ക് വലിയ ഭയാശങ്കകൾ നൽകുകയാണ്. രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാണോ എന്ന് നമ്മൾ സംശയിക്കുന്നു. രാജ്യത്തിൻ്റെ മതേതരത്വം വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മണിപ്പൂരൊക്കെ മഹത്തായ ഇന്ത്യയുടെ ഭരണഘടനയെ, നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാണം കെടുത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മണിപ്പൂരിൽ നടക്കുന്നത്. ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ നിരപരാധികളെ കൊന്നെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇന്ത്യ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ സാഹചര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഉത്തരേന്ത്യയിലൊക്കെ നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുമാനരായ ക്രൈസ്തവ പുരോഹിതർക്ക് നേരെയും അതുപോലെ തന്നെ ക്രൈസ്തവ സന്യസ്തർക്ക് നേരെയുമൊക്കെ ക്രൂരമായ പീഡനങ്ങൾ നടക്കുന്നു. അവരെല്ലാം ജയിലിലടയ്ക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം മാറുകയാണ്. ഇത് നമ്മളുടെ മതേതരത്വത്തിന് വലിയ ഭീഷണിയാണ്, നമ്മളുടെ ജനാധിപത്യത്തിന് വലിയ ഭീഷണിയാണ്. ഇതിനെ രാജ്യം ഒറ്റക്കെട്ടായി, ഇവിടെ ഏത് മതത്തിൽപ്പെട്ടവനും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, മതമില്ലാത്തവനും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും മഹനീയമായ ഭരണഘടനാ സിദ്ധാന്തം നിലനിൽക്കുന്ന രാജ്യത്തിൽ ഇത്തരം വെല്ലുവിളിയെ നമ്മൾ അതിജീവിച്ചേ മതിയാകൂ. അതിന് നാം ഒറ്റക്കെട്ടായി ഈ നാടുണ്ടാകണമെന്ന് മാത്രം ആണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.